ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര, ഭാഗം 6. നമുക്ക് പോകേണ്ടേ? എവിടെയെങ്കിലും നിന്നാൽ മതിയോ? അയാളുടെ നിൽപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് വന്ന ആഗ്നസ് ചോദിച്ചു. പോകണം, ഇനിയുമുണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ, ആൽബർട്ട് ആലോചനയോടെ പറഞ്ഞു. ഉള്ളിൽ നിറഞ്ഞു നിന്ന വേദനയുടെ കണ്ണുനീർ തുള്ളികൾ ആരെയും അറിയിക്കാനാകാതെ ആഗ്നസ് എന്ന അയാളുടെ ഹതഭാഗ്യയായ ഭാര്യ ബാഗുകൾ എടുക്കാനായി അകത്തേക്ക് നടന്നു. കഴിഞ്ഞ 10 വർഷക്കാലം സ്വന്തം മകനോടൊപ്പം താമസിച്ച ആ നാടിനോടും വീടിനോടും യാത്ര പറഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ മീരയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. ഇന്ന് ഈ നിമിഷം വരെ താൻ ജീവിച്ചത് തൻ്റെ മകനു വേണ്ടിയാണ്, തൻ്റെ മാത്രം അലോഷിക്ക് വേണ്ടി. ഇപ്പോൾ അവനും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എല്ലാം ഓർത്തപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനെയും കുറ്റം പറയാനാവില്ല മീര. അലോഷി അവനും ഒരു മനുഷ്യനാണ്. അവനും ആഗ്രഹമുണ്ടാകില്ലേ സ്വന്തം ജനനത്തെപ്പറ്റി അറിയാൻ? നിനക്ക് അവനോട് എല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ? ഇനിയും ആർക്ക് വേണ്ടിയാ എല്ലാം മറച്ചു വെക്കുന്നത്? ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ആളുടെ ശബ്ദം നെഞ്ചിൽ വിങ്ങലായി മാറിയപ്പോൾ അവനിലേക്ക് ചേർന്ന് മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് തോന്നി. താൻ എന്താ ഈ ആലോചിക്കുന്നേ? മോനെ വിട്ടുപിരിഞ്ഞതിന്റെ വിഷമമാണോ? ഹേയ്, ഒന്നുമില്ല, വെറുതെ. സിസ്റ്റർ തെരേസയുടെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ എന്നതുപോലെ മീര മറുപടി പറഞ്ഞു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഒരു മടക്കയാത്ര അത് ദൈവം തീരുമാനിച്ചതാണ്. എല്ലാവരും മരണശേഷമാണ് ആ യാത്ര പോകുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ അതല്പം നേരത്തെ ആയെന്ന് കണക്കുകൂട്ടിയാൽ മതി. സിസ്റ്ററിന്റെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. സിസ്റ്റർ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാം, എന്തു പറയുന്നു? കുറച്ചു ദൂരം വണ്ടി ഓടി ഉടുമ്പന്നൂർ ടൗൺ എത്തിയപ്പോൾ മീര ചോദിച്ചു. മീര, ഹോട്ടലിൽ കയറണ്ട, നമുക്ക് നായരേട്ടന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ ഒന്ന് കണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. നായരേട്ടനോ? അതാരാ? ഞാനറിയാത്ത അങ്ങനെ ഒരാൾ? സിസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അങ്ങനെ ഒരാളുണ്ട്, നീ പരിചയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. പണ്ട് നീ നിനക്കായി ഒരു വീടും സ്ഥലവും നോക്കാൻ എന്നെ ഏൽപ്പിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ നീ പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്, വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലമായിരിക്കണമെന്ന്. എന്നെ പോലെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മഠത്തിൽ മാത്രം ജീവിച്ച ഒരു കന്യാസ്ത്രീക്ക് എങ്ങനെയാണ് അതൊക്കെ കണ്ടുപിടിക്കാനാകുക? അപ്പോഴാണ് നായരേട്ടനെ ഓർമ്മ വന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ആ കാര്യമങ്ങ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ഭംഗിയായി നടത്തി തരികയും ചെയ്തു. സിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിസ്റ്ററിന് എങ്ങനെയാ നായരേട്ടനെ പരിചയം? അങ്ങ് മാനന്തവാടിയിൽ കിടക്കുന്ന സിസ്റ്ററിന് ഈ മലയോര മേഖലയിൽ ഒരു പരിചയക്കാരൻ? വെറുതെ ഒരാകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാ. എന്റെ കൊച്ചേ, അതൊക്കെ പറയാൻ പോയാൽ ഒരുപാടുണ്ട്, വർഷങ്ങൾക്ക് മുൻപുള്ള കഥകൾ. എന്റെയൊക്കെ നന്നേ ചെറുപ്പത്തിൽ ഞങ്ങളും ഇവിടെയൊക്കെ തന്നെയാ ജനിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ ഇവിടുത്തെ മുതലൊക്കെ വിറ്റ് അങ്ങ് മലബാറിലേക്ക് കുടിയേറി പാർത്തു. അപ്പന്റെ വലിയ കൂട്ടുകാരനായിരുന്നു നായരേട്ടൻ. ഞങ്ങൾ പോയി കഴിഞ്ഞ് നായരേട്ടനും കുടുംബവും നിന്റെ വീടിനോട് ചേർന്നുള്ള ആ പഴയ 4 കെട്ടില്ലേ, അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇടയ്ക്കൊക്കെ വരവും പോക്കുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൻ മരിച്ചതോടെ അതും തീർന്നു. അത് പറഞ്ഞപ്പോൾ സിസ്റ്റർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പക്ഷേ ഇപ്പോഴും ആ 4 കെട്ടിൽ ആരോ താമസിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ അവരെ കാണാറുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും പിന്നെ ഒരു കുഞ്ഞും. എന്ത് രസം ആ വീടും പരിസരവും ഒക്കെ കാണാൻ. മീര ഓർമ്മകൾ അയവിറക്കി. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകനും കുടുംബവുമാണ്. നായരേട്ടന് പ്രായമായി. അദ്ദേഹം ഇളയ മകന്റെ കൂട്ടത്തിൽ തൊടുപുഴയിലാണ്. ഇവിടേക്ക് വരുന്ന കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. തിരിച്ചു പോകുമ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് വല്ലാത്ത നിർബന്ധം. എന്തായാലും അവിടെ ഒന്ന് കയറി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് പരിചയപ്പെട്ടിട്ട് പോകാം. ഇനി ഈ നാട്ടിലേക്കൊരു വരവ് അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് പറയുമ്പോൾ സിസ്റ്ററിന്റെ വാക്കുകളിൽ ഒരു വേദന തങ്ങി നിൽക്കുന്നത് മീര ശ്രദ്ധിച്ചു. എന്നാൽ പിന്നെ സിസ്റ്ററിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമില്ല, അതുകൊണ്ട് ലൊക്കേഷൻ ഒന്ന് വാങ്ങിക്കാമോ? മീര അതീവ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. മുതലക്കോടം കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ വഴിയരികിൽ തന്നെയാണ്. നമുക്ക് പുണ്യാളന്റെ പള്ളിയിൽ കൂടി ഒന്ന് കയറിയിട്ട് പോകാം, എന്തു പറയുന്നു? വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യാളനാ. നിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ഇറക്കി വെച്ച് ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ പുതിയൊരു യാത്ര തുടങ്ങാം.
അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ജീവിതകഥ കേൾക്കുകയുമാവാം. അത് പറഞ്ഞിട്ട് സിസ്റ്റർ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ നായരേട്ടന്റെ വീട്ടിലെത്തി. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവരെ സ്വീകരിച്ചു. സിസ്റ്ററും ആ കുടുംബവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങൾ മാത്രം മതിയായിരുന്നു. പരസ്പര ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നല്ലൊരു കുടുംബം. കുറച്ചു സമയം കൊണ്ട് തന്നെ നായരേട്ടൻ മീരയ്ക്ക് ഒരു അത്ഭുതമായി മാറുകയായിരുന്നു. മരുമകളെ മകളെ പോലെ സ്നേഹിച്ച് തന്നാലാകും വിധം സഹായങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ഓടി നടക്കുന്ന നല്ലൊരു മനുഷ്യൻ. അവരുടെ സ്നേഹ സൽക്കാരങ്ങളെല്ലാം നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ച് അവർ യാത്രയ്ക്കായി ഒരുങ്ങി. മോളെ, ഇതുവരെ മോളുടെ ജീവിതത്തിൽ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും ദൈവത്തിന്റെ തീരുമാനങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ എത്ര തളർന്നു പോയാലും ആ ശക്തിയെ മാത്രം കൈവിട്ട് കളയരുത്. പൊരുതണം, മുന്നേറണം. മോളുടെ ജീവിതത്തിൽ എന്നും നല്ലത് മാത്രം വരട്ടെ. നായരേട്ടന്റെ പ്രാർത്ഥന എന്നും മോളോടൊപ്പം ഉണ്ടാകും. ഇറങ്ങാൻ നേരം നായരേട്ടൻ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അവൾ സ്വയം അറിയാതെ വിതുമ്പിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ചാച്ചന്റെ വാത്സല്യം തന്നെ പൊതിയുന്നത് അവൾ അറിയുകയായിരുന്നു. നായരേട്ടനെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നല്ലോ. ഇത്ര നേരം ഉണ്ടായിരുന്ന മുഖഭാഗമല്ല ഇപ്പോൾ. മുഖത്ത് വല്ലാത്ത തെളിച്ചം കാണുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. പുതിയൊരു പ്രത്യാശയോടെ നേർത്ത പുഞ്ചിരി മുഖത്ത് ആവാഹിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സിസ്റ്ററിൽ നിന്നും ചോദ്യം വന്നു. തീർച്ചയായും സിസ്റ്റർ. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് എൻ്റെ ചാച്ചനെ ഓർമ്മ വന്നു. ആ സ്നേഹവും വാത്സല്യവും ഒരിക്കൽ കൂടി അനുഭവിച്ചതുപോലെ ഒരു തോന്നൽ. ജീവിതയാത്രയിൽ ഞാൻ പരിചയപ്പെട്ട ഒട്ടനവധി നന്മയുള്ള മുഖങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുഖം കൂടി. എന്നെങ്കിലും ഒരിക്കൽ ഈ നാട്ടിലേക്ക് തിരികെ വരാനായാൽ, മീര സ്വയം അറിയാതെ പറഞ്ഞു. അതാണ് മോളെ വേണ്ടത്, ഈ പ്രതീക്ഷ. എന്നെങ്കിലും ഒരിക്കൽ നന്മ നടക്കുമെന്ന പ്രതീക്ഷ. വല്ലാതെ തകർന്നു പോയിരുന്ന അവളിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ സിസ്റ്റർ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ പറഞ്ഞു. സോറി സിസ്റ്റർ, അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഇവിടേക്കൊരു മടക്കയാത്രയില്ല. അല്ലെങ്കിൽ തന്നെ ആരെ കാണാനാ ഒരു മടക്കം? എല്ലാവരും എന്നെ വെറുക്കുന്നു. ആരെയും കുറ്റം പറയാനാവില്ല. എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാ. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാതിരിക്കട്ടെ. അത് മാത്രമാണ് ഇപ്പോഴെന്റെ പ്രാർത്ഥന. മീര വേദനയോടെ പറഞ്ഞു. മീര, നീയും നിന്റെ ജീവിതവും ഇപ്പോൾ ഒരു മിസ്റ്ററി ആയിട്ടാണ് എൻ്റെ മുന്നിലുള്ളത്. ആൽബി, അയാളെ നിനക്കെങ്ങനെയാ പരിചയം? എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പരിചയം അത്ര നല്ലതല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥ. ആൽബി പറയുന്നത് പോലെ നിന്റെ ജീവിതം ഒരു തെറ്റാണെങ്കിൽ നിനക്ക് അഭയമേകാൻ എനിക്കാകില്ല. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സിസ്റ്റർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ സിസ്റ്ററിന്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ നിറഞ്ഞു നിന്നത് ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ വേദനയാണെന്ന് മനസ്സിലാക്കാൻ ആ ക്രിസ്തു ശിഷ്യയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി നിറവയറുമായി തങ്ങളുടെ വാഹനത്തിന് മുൻപിലേക്ക് ചാടി വീണ നിഷ്കളങ്കയായ പെൺകുട്ടി. ആരുമില്ലാതെ അനാഥയായി പോയ ആ പെൺകുട്ടിയെ കൂടെ കൂട്ടാൻ അവളുടെ വയറ്റിൽ ഭൂമി കാണാൻ കൊതിയോടെ കാത്തിരുന്ന ഒരു കുഞ്ഞിന്റെ സാമീപ്യം മാത്രമായിരുന്നു കാരണം. പക്ഷെ ഇന്നവളെ ചേർത്ത് പിടിക്കാൻ കാരണങ്ങളൊന്നുമില്ല. ഏറ്റവും പരിശുദ്ധമായ ഈ കുപ്പായമിട്ട അന്നു മുതൽ ഒരുപാട് ജീവിതങ്ങൾ കണ്ടവളാണ്. പക്ഷെ ഈ ജീവന്റെ മുൻപിൽ താൻ വല്ലാതെ ദുർബലയായി പോകുന്നു. അവളെ ചേർത്ത് പിടിക്കാൻ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ സിസ്റ്റർ ജപമാലയിൽ മുറുകെ പിടിച്ചു. പാപിയെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക. ആ ബൈബിൾ വാക്യം മനസാക്ഷി ഓർമ്മിപ്പിച്ചപ്പോൾ സിസ്റ്റർ സ്നേഹത്തോടെ ആ ജപമാലയിൽ ഉമ്മ വെച്ചു. സിസ്റ്റർ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. സിസ്റ്റർ ചെയ്യുന്നത് ശരിയാണോ എന്നല്ലേ? ആൽബിയുടെ വാക്കുകളിൽ കൂടി സിസ്റ്റർ മനസ്സിലാക്കിയ മീരയെ കൂടെ കൂട്ടിയിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? തന്റെ മനസ്സു വായിച്ചതുപോലുള്ള ആ ചോദ്യം കേട്ട് സിസ്റ്റർ അത്ഭുതത്തോടെ അവളെ നോക്കി. ആദ്യം തന്നെ ഒരു ഉറപ്പ് തരാം. പ്രവാസത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം നയിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ അതെന്നെ പല വഴികളിൽ കൂടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവമില്ലാതെ, ജീവിത വിശുദ്ധിയില്ലാതെ മീര ജീവിച്ചിട്ടില്ല. അതാണ് സത്യം. ആ വാക്കുകളുടെ അകമ്പടിയോടെ മീരയുടെ കൈകൾ സിസ്റ്ററിന്റെ കൈകളെ പൊതിഞ്ഞു. പെട്ടെന്ന് സിസ്റ്ററിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഒരു വല്ലാത്ത പ്രകാശം ആ മുഖത്തെ ആവരണം ചെയ്തു. ഞാൻ പറയാം സിസ്റ്റർ. പക്ഷേ എൻ്റെ കഥ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ആൽബർട്ടിൽ നിന്നും തുടങ്ങിയാൽ പൂർണ്ണമാകില്ല.
അത് പൂർണ്ണമായും മനസ്സിലാകണമെങ്കിൽ ഒരിക്കൽ എല്ലാവരും ഉണ്ടായിരുന്ന മീര എന്ന പെൺകുട്ടിയുടെ കഥ അറിയണം. ഒടുവിൽ ആർക്കും വേണ്ടാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ ജന്മത്തിന്റെ കഥ അറിയണം. മീര കിതപ്പോടെ നിർത്തി. ഇന്നുവരെ ആർക്കു മുൻപിലും തുറന്നു വെക്കാത്ത എൻ്റെ കഥ. അതൊരു നീണ്ട യാത്രയാണ്. ഈ യാത്രയ്ക്കൊപ്പം ആ യാത്രയും കൂടിയാകുമ്പോൾ അത് കൂടുതൽ മനോഹരമാകും. എന്തായാലും എന്നെ ചേർത്ത് പിടിക്കണോ തള്ളിക്കളയണോ അത് എൻ്റെ കഥ കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി. പറഞ്ഞതിനൊപ്പം അവൾ വാഹനത്തിന്റെ സ്പീഡ് അല്പം കൂട്ടി. പെട്ടെന്ന് ഒരു കാർ അവളുടെ വണ്ടിയെ കടന്നുപോയി. ആ കാറിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടി അവളെ നോക്കി കൈവീശി. അവൾക്ക് നേരെ തിരിച്ചു കൈവീശുമ്പോൾ മീരയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവളുടെ ഓർമ്മകൾ ചാച്ചന്റെയും അമ്മയുടെയും കൈപിടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു കൊച്ചു പെൺകുട്ടിയിലേക്ക് മാത്രമായി ചുരുങ്ങി. വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വാതോരാതെ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്ന മീര എന്ന സുന്ദരിക്കുട്ടി. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായ ചക്കാലയ്ക്കൽ വർഗീസ് മാപ്പിളയും അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയമ്മയുമാണ് ആ ദമ്പതികൾ. ഒപ്പം ആ കുടുംബത്തിന് വൈകിയ വേളയിൽ ദൈവം കൊടുത്ത അമൂല്യ സമ്മാനം അവരുടെ പൊന്നോമന പുത്രി മീര എലിസബത്ത് വർഗീസ്. മകൾക്ക് മീര എന്ന പേര് വെച്ചപ്പോൾ ചുറ്റുമുള്ളവർ പലരും ചോദിച്ചു, ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു പേരോ? പുരാണങ്ങളിലെ മീരയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വർഗീസിന് ആ പേര് ഒരുപാട് സന്തോഷം നൽകി. പേര് പോലെ തന്നെ വളർച്ചയുടെ ഓരോ കാലങ്ങളിലും മീരയുടെ സൽഗുണങ്ങളെല്ലാം അവളിലും വിളങ്ങിയിരുന്നു. രൂപത്തിലും ഭാവത്തിലും അടിയുറച്ച ദൈവവിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും അവൾ ഉറച്ചു നിന്നു. വർഗീസ് മാപ്പിള സാമ്പത്തികമായി ഒരുപാട് പുരോഗമനങ്ങൾ ഒന്നുമില്ലാത്ത 1980 കാലഘട്ടങ്ങളിൽ പോലും യാത്ര ചെയ്യാനായി ജീപ്പുകൾ ഉണ്ടായിരുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാൾ. ധനവാനാണെങ്കിലും ആരുടെയും എന്താവശ്യത്തിനും മുന്നും പിന്നും നോക്കാതെ ഓടിയെത്തുന്ന നല്ലൊരു മനുഷ്യൻ. പരാതിയും പരിഭവവുമില്ലാത്ത കുറേയേറെ നല്ലവരായ ജനങ്ങളുള്ള ചെമ്പകപ്പാറ എന്ന കൊച്ചു ഗ്രാമം. കുടിയേറ്റ കർഷകർ ഒരു കാലഘട്ടത്തിൽ പൊന്നു വിളയിച്ച മനോഹരമായ ഗ്രാമം. ഏലവും കുരുമുളകും ഗ്രാമ്പുവും എല്ലാം തഴച്ചു വളരുന്ന ആ ഗ്രാമത്തിൽ വർഗീസ് മാപ്പിളയ്ക്കും 10 ഏക്കർ പറമ്പുണ്ട്. ഇടവക പള്ളിയിലെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യുന്ന ഒരു പക്ക നസ്രാണി. വീടിനെ പറ്റി ഓർത്തെടുത്തപ്പോൾ, ചാച്ചന്റെ സ്നേഹലാളനങ്ങൾ ഓർത്തെടുത്തപ്പോൾ മീരയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. മടക്കമില്ലെന്ന് താൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ആ ഗ്രാമവിശുദ്ധിയിലേക്കും തന്റെ ജീവിതത്തിലേക്കും ഒരിക്കൽ കൂടി ഒരു എത്തിനോട്ടം. മീര വേദനയോടെ പുഞ്ചിരിച്ചു. സിസ്റ്റർ, ഇന്നീ കാണുന്ന മീര എന്ന പെൺകുട്ടിയല്ല ഇനി കേൾക്കാൻ പോകുന്ന കഥയിലെ മീര. മൗനം കൊണ്ട് ഒരു കൊട്ടാരം കെട്ടി അതിൽ രാജ്ഞിയായി വാഴുന്ന മീരയല്ല യഥാർത്ഥ മീര. ഇന്നത്തെ മീരയെ പരിചയമുള്ളവരെ അതിശയപ്പെടുത്തുന്ന ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രിയപ്പെട്ട കുസൃതി കുരുന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ സിസ്റ്ററിന്റെ മുഖം വിടർന്നു. അവർ അത്ഭുതത്തോടെ അവളെ നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം നിറഞ്ഞിട്ടുണ്ട്. ബാല്യകാലത്തിന്റെ കുസൃതികൾ ഉരുണ്ടുകൂടുന്നു. ഓർമ്മകൾ അവളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എവിടെടോ തന്റെ തമ്പുരാട്ടി? ആ കുരുത്തം കെട്ടവളെ ഒന്നിങ്ങോട്ട് വിളിച്ചേ. എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാം. വികാരിയച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ഫ്രാൻസി അങ്കിളിന്റെ കലിപ്പ് മോട് കണ്ടപ്പോൾ സ്വന്തം ഇടിപ്പൊത്തായ ഇച്ചാച്ചന്റെ മുറിയിലേക്ക് മീരക്കുട്ടി ഒന്നുകൂടി വലിഞ്ഞു. എന്താടോ, എന്താ ഉണ്ടായത്? ഒന്ന് തെളിച്ചു പറ. ഇനിയിപ്പോ എന്നാ ഉണ്ടാകാനാ? നമുക്ക് 2 പേർക്കും കൂടി ദൈവം 2 എണ്ണത്തിന് തന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 2ഉം കൂടെ ചേർന്നാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും കിടക്കപ്പുറതിയില്ല. ഇതുങ്ങൾ കാണിക്കുന്ന ഓരോ കോപ്രായം കാരണം പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഫ്രാൻസി അങ്കിളിന്റെ ദീനരോദനം. നീ കാര്യം പറ. എന്താണെങ്കിലും പുറത്തേക്കൊന്നും പോകുന്നത് കണ്ടില്ല. അപ്പോൾ പിന്നെ ഇതിനകത്തിരുന്ന് എന്തെങ്കിലും ഒപ്പിക്കുകയായിരിക്കും. നിന്റെ സന്താനം എവിടുണ്ടോ എന്റേതും അവിടെ തന്നെ ഉണ്ടാകും. ചാച്ചന്റെ പ്രവചനം. ഇന്നത്തെ കാര്യം തീരുമാനമായി. ഇനിയിപ്പോ ഒന്നേ തീരുമാനിക്കാനുള്ളൂ. ഓട്ടം അതെങ്ങോട്ടാണെന്നുള്ള കാര്യം മാത്രം. തെക്കോട്ട് വേണോ വടക്കോട്ട് വേണോ? പിടിക്കപ്പെട്ടാൽ ദുർഗുണ പരിഹാര പാഠശാലയിൽ പോലും കയറ്റില്ല. പക്ഷേ എന്തായാലും അവൻ വരാതെ ഓടാനുമാകില്ലല്ലോ. മനസ്സിലിരുന്ന് കുരുത്തം കെട്ട ആത്മ വിളിച്ചു പറഞ്ഞപ്പോൾ വാതിൽപ്പടിയിൽ കൂടി പതുക്കെ അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കി. അപ്പോഴാണ് പുറകിൽ നിന്നും പിടുത്തം വന്നത്. മീക്കുട്ടി, ഓടിവാ. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ഇടിവെട്ടി മഴ പെയ്യും. അതുറപ്പാ. ഒന്നും നോക്കാനില്ല. ഇച്ചാച്ചന്റെ കട്ടിൽ തന്നെ ശരണം. പിടിക്കപ്പെട്ടാൽ ഇപ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാളിന്റെ ചെണ്ടമേളം നമ്മുടെ കുണ്ടിക്കാണ്. ഒരു സംശയവും വേണ്ട. ഓടും വഴി കിച്ചു വിളിച്ചു പറഞ്ഞു. ഇതാണ് നമ്മുടെ കിച്ചു, മീരയുടെ സന്തത സഹചാരി, ക്രൈം പാർട്ട്ണർ. ഇനിയും ഒരുപാട് വിശേഷണങ്ങളുണ്ട്.
എന്തായാലും മൊത്തത്തിൽ അവനാണ് മീരയുടെ എല്ലാം. മീരയുടെ മാത്രം കിച്ചു. അവന് അതിമനോഹരമായ മറ്റൊരു പേര് കൂടിയുണ്ട്, കിരൺ ഫ്രാൻസിസ്. സംശയിക്കേണ്ട, നമ്മുടെ പഴയ ഫ്രാൻസി അങ്കിളിന്റെ മകൻ തന്നെ. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.